ഹലോ ഫ്രണ്ട്സ്, എലക്ട്രോൻ്റെ പുത്തനൊരിതിലേക്ക് എല്ലാ കൂടെ സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സ്കൂളിലും കോളേജിലൊക്കെ പ്രൊജക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൂടൂത്ത് കൺട്രോൾ ഡിവൈസിൻ്റെ സർക്യൂട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചൊന്ന് സപ്പോർട്ട് അറിയിക്കുക. നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാനിത് ഒരു 5 LED ഒരു പാനലിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് ഗ്രൗണ്ട് കോമൺ ആയിട്ട് ഒരു സർക്യൂട്ട് പോലെ ഉണ്ടാക്കിയതാണ്. മറ്റൊന്ന് ആർഡിനോ ആണ്. ആർഡിനോയിൽ കണക്ട് ചെയ്യാനുള്ള USB കേബിള്, ഫോണിലോട്ട് കണക്ട് ചെയ്യാനുള്ള OTG സോക്കറ്റ്. ഇതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ കമ്പോണൻസ്. ബ്ലൂടൂത്ത് മൊഡ്യൂള് HC06 എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ സർക്യൂട്ട് മേക്ക് ചെയ്യാനുള്ള ജമ്പർ വയേഴ്സ്. ആദ്യമായിട്ട് നമുക്ക് ജമ്പർ വയേഴ്സ് ബ്ലൂടൂത്ത് മൊഡ്യൂളിലോട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ OTG കേബിളും USB കേബിളും കൂടെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ LED ആർഡിനോയിലോട്ട് കണക്ട് ചെയ്യാം. LED ഗ്രൗണ്ട് കോമൺ ആയതുകൊണ്ട് തന്നെ ആർഡിനോൻ്റെ ഗ്രൗണ്ടിലോട്ട് തന്നെ നമ്മൾ LED ഗ്രൗണ്ടും കൊടുക്കുന്നു. ആദ്യം തന്നെ LED ഗ്രൗണ്ട് ആർഡിനോൻ്റെ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യാം. LED പോസിറ്റീവിലേക്ക് നമ്മൾ 5, 6, 7 എന്നീ ആർഡിനോൻ്റെ സോക്കറ്റിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ LED 5ലോട്ടും, രണ്ടാമത്തെ LED 6ലോട്ടും, മൂന്നാമത്തെ LED 7ലോട്ടുമാണ് കണക്ട് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള സർക്യൂട്ടും ഇതിൻ്റെ പ്രോഗ്രാം കോഡും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂൾ ആർഡിനോയിലോട്ട് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ HC06 എന്ന് പറഞ്ഞ മോഡലിൽ 4 കണക്ഷനാണുള്ളത്. വോൾട്ടേജ്, ഗ്രൗണ്ട്, TX, RX. TX എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്മിറ്ററും, RS എന്ന് പറഞ്ഞിട്ടുണ്ട് റിസീവറുമാണ്. വോൾട്ടേജ് 5 വോൾട്ട് ആർഡിനോയിൽ നമ്മൾ കണക്ട് ചെയ്യും. അതേസമയം ഗ്രൗണ്ട് ആർഡിനോയിൽ ഗ്രൗണ്ടിൽ തന്നെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. TX കണക്ഷനും RX കണക്ഷനും നമ്മൾ പ്രോഗ്രാം ചെയ്തതിന് ശേഷമാണ് കണക്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇത് കണക്റ്റ് ആയിട്ടുള്ളതെങ്കിൽ പ്രോഗ്രാം ലോഡ് ആകില്ല. നമുക്ക് ഈ ആർഡിനോയിൽ പ്രോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് ഫോൺ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം. പ്രോഗ്രാമിന് മുന്നേ നമ്മുടെ കണക്ഷൻ പ്രോപ്പർ ആണെന്നറിയാൻ വേണ്ടി ഇൻഡിക്കേഷൻ ആർഡിനോയിൽ ബ്ലൂടൂത്ത് മൊഡ്യൂളിലെ ഇൻഡിക്കേഷൻ കറക്റ്റായിട്ടുണ്ടോ നോക്കുക. എല്ലാം ശരിയാണെങ്കിൽ ആർഡിനോ ഡ്രോയിഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ സഹായത്തോടെ നമുക്ക് ഇതിനകത്തോട്ട് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം. പ്രോഗ്രാം നമ്മൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമുക്ക് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. അതായത് ഇതിനകത്ത് എന്തെങ്കിലും എറർ എന്തെങ്കിലും ഉണ്ടോ എന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. എല്ലാം ശരിയാണെങ്കിൽ നമുക്ക് ആർഡിനോയിലോട്ട് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം. പ്രോഗ്രാം ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലൂടൂത്ത് മോഡ്യൂളിലെ TXD, RXD അതായത് 2 കണക്ഷൻസും ട്രാൻസ്മിറ്ററും റിസീവറും ആ 2 കണക്ഷൻസും നമുക്ക് ആർഡിനോയിലോട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യേണ്ടത് ബ്ലൂടൂത്ത് മോഡ്യൂളിലെ TXD ആർഡിനോയിലെ RXDയിലോട്ടും, ബ്ലൂടൂത്ത് മൊഡ്യൂളിലെ RXD ആർഡിനോയിലെ TXDയിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഓപ്പോസിറ്റ് രീതിയിൽ. ബ്ലൂടൂത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ സഹായം ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി Arduino ബ്ലൂടൂത്ത് കൺട്രോളിംഗ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം അത് നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാനായിട്ടൊരു പാസ്വേഡ് ഉണ്ടാവും. ജസ്റ്റ് അതൊന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോമൺലി പാസ്വേഡ് 1 2 3 4 എന്ന പാസ്വേഡാണ് വരുന്നത്. അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂടൂത്തും നമ്മുടെ ഫോണുമായിട്ട് പെയർ ആവും. അതിനുശേഷം നമുക്ക് ടെർമിനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ടെർമിനലിലാണ് നമ്മൾ കമാൻഡ് കൊടുക്കുന്നത്. 4 എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ കമാൻഡ് കൊടുത്തതുകൊണ്ട് തന്നെ LED ലൈറ്റ് ഓൺ ആകും. അതുപോലെ തന്നെ രണ്ടാമത്തെ ലൈറ്റ് ഓൺ ആകാൻ വേണ്ടി 5, മൂന്നാമത്തെ ലൈറ്റ് ഓൺ ആകാൻ വേണ്ടി 6 കൊടുക്കുക. 3 LED ഒരേ സമയം തന്നെ ഓഫ് ആകാൻ വേണ്ടി 0 എന്ന കമാൻഡ് കൊടുക്കുക. ഇത് നമ്മൾ കമാൻഡ് രൂപത്തിലാണ് നമ്മളിപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ സ്വിച്ച് മുഖേന നമുക്കിത് കൺട്രോൾ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം.
ഇതേ ആപ്ലിക്കേഷനിൽ തന്നെ ബട്ടൺ എന്ന ഓപ്ഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത് 1.4, രണ്ടാമത്തത് 5.2, മൂന്നാമത്തേൽ 6.3 നമ്മൾ കോൺഫിഗർ ചെയ്തത്. ഇത് ഒന്നാമത്തെ സ്വിച്ച് നിൽക്കുമ്പോൾ ഒന്നാമത്തെ ലൈറ്റും, രണ്ടാമത്തെ സ്വിച്ച് നിൽക്കുമ്പോൾ രണ്ടാമത്തെ ലൈറ്റും, മൂന്നാമത്തെ സ്വിച്ച് നിൽക്കുമ്പോൾ മൂന്നാമത്തെ ലൈറ്റ് കത്തുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓണായിരിക്കുന്ന കണ്ടീഷനിൽ അതേ സ്വിച്ചിൽ ഒന്നുകൂടെ നിൽക്കുകയാണെങ്കിൽ ഏത് ലൈറ്റാണ് ഓണായിരിക്കുന്നത് അത് ഓഫാകുകയും ചെയ്യുന്നു. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നതായി ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അതാദ്യം തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. മൈ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ